ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് അജ്മാനിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ ഒരു ഫെസ്റ്റിവൽ ലാൻഡ് നടക്കുന്നുണ്ട്. അത് വിസിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അകത്തോട്ട് കയറുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. ഇങ്ങോട്ടേക്ക് വന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത സാധനങ്ങൾ അവർ തന്നെ വണ്ടിക്കടുത്തേക്ക് കൊണ്ടുവന്ന് തരും. ചായയും ബർഗറും ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബർഗർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. അത് പീസാക്കിയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബർഗർ ഇങ്ങനെ പീസായിട്ട് കിട്ടുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഫെസ്റ്റിവൽ ലാൻഡിൻ്റെ ഉള്ളിലോട്ട് കയറാൻ തീരുമാനിച്ചു. ടിക്കറ്റ് എടുക്കണം. ഞങ്ങളും ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് വലിയ ചാർജ് ഒന്നുമില്ല കേട്ടോ. ഓൺലി 5 dirhams ആണ് ഒരാൾക്ക്. ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്യാറ്റ്സ് ആണ്. അവയെ തൊടാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ക്യാറ്റ്സിനെ ടച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 5 dirhams ആണ് അതിൻ്റെയും ചാർജ്. നോക്കൂ ഗൈസ്, ലോട്ട്സ് ഓഫ് ക്യാറ്റ്സ്. ബട്ട് ഇവയൊന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് തൊടാനുള്ള ക്യാറ്റ്സ് വേറൊരു സെക്ഷനിലാണ്. അങ്ങനെ ക്യാറ്റ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി അവയെ തൊടാൻ വേണ്ടി നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകണം. എത്തിപ്പോയി ഗൈസ്. ദാ ഇവിടെയാട്ടോ നമുക്ക് റിയൽ ക്യാറ്റ്സിനെ ടച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ അറ്റ് എ ടൈമിൽ അതിൻ്റെ ഉള്ളിൽ അലോ ചെയ്യത്തുള്ളൂ. 15 minutes ആണ് ഓരോ ബാച്ചിനും അലോ ചെയ്തിട്ടുള്ളത്. അത് കഴിയുമ്പോൾ ഒരു ബെല്ലടിക്കും. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങണം. ദാ ഈ കിടക്കണവനുണ്ടല്ലോ, ഇവൻ്റെ മൈൻഡ് വോയിസ് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ടൈമും അവസാനിച്ചു. പുറത്തിറങ്ങിയപ്പോഴേക്കും നേരെ കുറച്ചുകൂടി ഇരുട്ടിയിരുന്നു. അങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ഒരു മനുഷ്യരൂപം. ബട്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കുറേ മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ്. ക്രിയേറ്റിവിറ്റി അല്ലാതെ എന്താ പറയാൻ. പല രീതിയിൽ മനുഷ്യനെ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ മെയിൻ ഇവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ്. ഒരു കൊച്ചു വണ്ടർലേ ആയിട്ടാണ് എനിക്ക് ഫെസ്റ്റിവൽ ലാൻഡ് ഫീൽ ചെയ്തത്. കാരണം നമ്മുടെ വണ്ടർലായിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റൈഡുകളും ഇവിടെയുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ റൈഡുകളാണ് ഉണ്ടായിരുന്നതെന്ന് കാണാം.
അങ്ങനെ ഫെസ്റ്റിവൽ ലാൻഡിലെ കാഴ്ചകളൊക്കെ മതിയാക്കി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.